നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുടപ്പിൻ്റെ വേലയുടെ കുറിച്ച് വിശേഷങ്ങളാണ്. കാര്യമായിട്ടൊന്നുമില്ല, വേറെ അത്ര വലിയൊരു ആഘോഷമായിട്ട് ഇന്ന് ഈ പ്രാവശ്യം ഇല്ല. കാരണം വെടിക്കെട്ടിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഈ പ്രാവശ്യം വേലയുടെ ആഘോഷങ്ങൾക്കായിട്ട് എത്തിയത്. അപ്പോൾ നമ്മളെ കസിൻ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം അവിടെ എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഈ വേലയ്ക്കാണ് എല്ലാവരും ഒന്ന് കൂടുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കുറേ വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് മിക്കവാറും എല്ലാവരും കാണുന്നത്. കാരണം ബ്രദറൊക്കെ യു എസ് ആയതുകൊണ്ട് അവരൊക്കെ എത്താനൊക്കെ ആയിട്ട് വൈകും. ഇന്ന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് കസിൻ്റെ ബർത്ത്ഡേയും കൂടി ഉണ്ട്. അപ്പോൾ അത് ആഘോഷം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ അവിടെയും ആനകളൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആനകളൊക്കെയാണ്. അപ്പോൾ ആനകളെയൊക്കെ ഒന്ന് കാണാൻ വെച്ചിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ തിടമ്പും ഇതെല്ലാം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച്. ഇതാണ് അമ്പലം. നമ്മൾ ആനയെ കാണാൻ പോണേ. ഇവിടെ 7 ആനയാണുള്ളത് അല്ലേ? എത്ര ആനയുള്ളത്? അവൻ പറയുന്നത് എല്ലാം കറക്റ്റാണ് കേട്ടോ. 7 ആനയുണ്ട്. ഞങ്ങളിപ്പോൾ ആനയെ കാണാൻ പോകണം. ഏതൊക്കെ ആനകളാണ് ഉള്ളതെന്നുള്ള പേരുമായിട്ട് കുട്ടു നിങ്ങൾക്ക് പറയുന്നത്. ഇത് ചെറുപ്പശ്ശേരി മണികണ്ഠനാണ് തോന്നുന്നു. അത് കണ്ടിട്ട് പാറമേക്കാവ് കാശിനാഥനാണ് തോന്നുന്നുണ്ട് എനിക്ക്. ഇത് ചെറുപ്പശ്ശേരി ശ്രീ അയ്യപ്പനാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വന്നു. ഇപ്പോൾ കേക്ക് മുറിക്കൽ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളാണ് മുരളിയേട്ടൻ, അതായത് രതിയുടെ അച്ഛൻ്റെ മൂത്ത ചേട്ടൻ്റെ മകനാണ്. ചെറിയൊരു ആഘോഷമായിരുന്നു അത്. എല്ലാവരും കേക്കൊക്കെ കഴിച്ച് പിന്നെ ലഞ്ചും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ ലഞ്ചെല്ലാം എല്ലാവരും കഴിച്ച് മേളം കാണാനുള്ള പരിപാടിക്ക് തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഫ്രണ്ടിൽ അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ മേളത്തിൻ്റെ ടൈമായി. അവിടെ കുട്ടിൻ്റെ കേൾക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടു.
അടിപൊളി മേളമായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം. അപ്പോൾ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ ഇറങ്ങിയാലോ എന്ന് ആലോചിച്ചു. കാരണം വെടിക്കെട്ടില്ല ഈ പ്രാവശ്യം. അപ്പോൾ പിന്നെ മേളം കഴിഞ്ഞ വഴി ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ എല്ലാവരോടും യാത്ര പറയുന്ന ഒരു ഇതാണ് ദിവസം. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ വേലയും നമ്മൾ മുടപ്പല്ലൂർ വേലയും കണ്ടു. ഇനി അടുത്തത് നമ്മുടെ മഹത്തായ കണ്ണമ്പ്ര വേല, ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വേല. അപ്പോൾ മെയ് 25-ാം തീയതിയാണ് ഞങ്ങളുടെ കണ്ണമ്പ്ര വേല. വേലയുടെ വീഡിയോയുമായി ഞങ്ങൾ വരുന്നതായിരിക്കും. മാക്സിമം ഞാൻ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇപ്രാവശ്യം വെടിക്കെട്ട് ഉണ്ടോ എന്നറിയില്ല. ഉണ്ടെങ്കിൽ അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അസ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു വെരി മച്ച്.